ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുവിനെ പോലെയാകാം പ്രതിദിന പ്രഭാത ധ്യാനത്തിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ദിവസം നാം ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതായ ഒരു വിഷയത്തിലാണ് നാം ആയിരിക്കുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ 10-ാം അധ്യായം 1-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ചത്ത ഈച്ച തൈലക്കാരൻ്റെ തൈലം താറുമാറാക്കുന്നു, അല്പം ഭോഷത്വം ജ്ഞാനമാനങ്ങളെക്കാൾ ഘനമേറുന്നു. പ്രിയരെ, നമ്മുടെ വിളിയും സ്ഥാനവും എന്തു തന്നെ ആയാലും നിങ്ങൾ സ്വസ്ഥതയും ദുരാഗ്രഹവും നിലനിർത്തുന്നുവെങ്കിൽ കർത്താവിൻ്റെ അതൃപ്തി നിങ്ങളുടെ മേൽ ഉണ്ടാകും. അങ്ങനെ ആകാതിരിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നാം വിശ്വസ്തരും സത്യസന്ധരും ആയിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നേട്ടത്തിനു വേണ്ടി യഥാർത്ഥമായ രീതിയിലുള്ള സ്നേഹ മനോഭാവത്തോട് മറ്റുള്ളവരോട് നാം ഇടപെടുകയും വേണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സത്യവേദ പുസ്തകം അത് വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നാം ഒരിക്കലും മറന്നുകൂടാ. വ്യക്തിയെ കൊണ്ട് വിഹിതമല്ലാത്ത നേട്ടമുണ്ടാക്കുന്ന നടപടിയും അവരുടെ നിലമോ അവരുടെ വസ്തുവോ യഥാർത്ഥ വിലയിൽ നിന്ന് കുറച്ച് വാങ്ങുന്നതിനും ലാഭിച്ച പണം ദൈവകാര്യങ്ങൾക്കൊരു വഴിപാടായി നൽകിയാൽ പോലും അത് ദൈവത്തിന് സ്വീകാര്യം ആയിരിക്കില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് നാം ഒരിക്കലും മറന്നുകൂടാ. യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രരായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച്, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു, എന്നാൽ ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്നോ തനിക്കുള്ളത് ഒക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, അന്ന് ആ വന്നതായ വിധവയുടേതായ ആ ഒരു സമർപ്പണമാണ് സർവശക്തനായ ദൈവം അംഗീകരിച്ചത് എന്ന് നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് ഓരോ മനുഷ്യ വ്യക്തിക്കും നൽകപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതായ സത്യം മറന്നുകൊണ്ട് ഇന്നുള്ള ജനത ജീവിക്കുമ്പോൾ ദൈവ നിയമത്തിൻ്റെ തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് സത്യസന്ധമായും ഓരോരുത്തരോടും നിഷ്പക്ഷമായും നാം ഇടപെടുകയാണെങ്കിൽ ആ ദൈവിക അനുഗ്രഹം നമുക്കും പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അയൽക്കാരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് നമുക്ക് കൽപ്പനയുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തന്നെ ഉപമയിലൂടെ, നല്ല ശമരിക്കാരൻ്റെ ഉപമയിലൂടെ നമുക്കത് വിശദമാക്കി തരികയും അതിലെ അർത്ഥം വെളിവാക്കി തരികയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും പല മനുഷ്യരും അത് മറന്നു പോകുന്നു. മനുഷ്യർ അവരുടെ സഹമനുഷ്യരെ പീഡിപ്പിക്കുകയും അവരുടെ ആത്മാക്കളെ ഒരുമാതിരി ശൂന്യ മായയിലേക്ക് അയക്കുകയും ചെയ്യുന്നതായ പ്രവൃത്തികളാണ് നമുക്ക് പലരിലും കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് സ്നേഹത്തോടെ പ്രകടിപ്പിച്ചുകൊണ്ട് അനേകരെ ദൈവത്തിങ്കിലേക്ക് ചേർക്കുന്നതായി തീരുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം എല്ലാവരുടെ ഹൃദയങ്ങളിലും സർവശക്തനായ ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സർവ്വചരാചരങ്ങളുടെയും ഉടയവനും നിത്യനും നീതിമാനും വാഴ്ത്തപ്പെട്ടവനും നല്ലവനുമായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നിൻ്റെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. കേട്ടതായ വചനത്തിന് പ്രകാരം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടി ഇടപെടുകയും ചെയ്യുന്നവരായി തീരുവാനുള്ളതായ വിശേഷാൽ കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നീ തരുന്നതിനായി സ്തോത്രം. നിൻ്റെ സ്നേഹത്താൽ നീ ഞങ്ങളെ പരിപാലിക്കും, വഴി നടത്തും. സകലതും കർത്താവെ ഞങ്ങളുടെ സന്നിധിയിൽ താഴ്ത്തി പരമേൽപ്പിക്കുമ്പോൾ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.